ഷെഫേ എന്താ പറഞ്ഞേ? ഷെഫേ എല്ലാ പ്രോഡക്റ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും ഒരേപോലെയല്ലോ ഷെൽഫ് ലൈഫ് ഉള്ളത്? ഒരിക്കലും അല്ല. ഫ്രഷ് പ്രോഡക്റ്റുകൾക്കും ക്യാൻഡ് ആയിട്ടുള്ളതൊരു പാക്കറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്കും എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഷെൽഫ് ലൈഫുകളാണുള്ളത്. ഈ ഫ്രഷ് പോൾട്രി ഇല്ലേ, ആ അത് എത്ര ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും? നോർമലി ചില്ലറിലാണെങ്കിൽ നമുക്ക് 1 to 3 days മാക്സിമം. അത് ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 9 to 12 months വരെ പാക്കേജ് ചെയ്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. -18 ഡിഗ്രിയിൽ. അപ്പൊ ഈ മിൻസ്ഡ് മീറ്റുകളൊക്കെ സെയിം ആണ്. നമുക്ക് ചില്ലറിൽ നമുക്ക് 1 to 2 days അതുപോലെ തന്നെ ഫ്രീസറിലാണെങ്കിൽ -18 ഡിഗ്രിയിൽ നമുക്കൊരു 2 to 4 months മാക്സിമം സൂക്ഷിക്കാൻ പറ്റും. ഷെഫേ, അപ്പൊ ഈ ഫിഷോ? ഫിഷ് ഫ്രഷ് ആണെങ്കിൽ നമുക്ക് 1 to 3 days നമുക്ക് ചില്ലറിലും, അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ -18 ഡിഗ്രിയിൽ നമുക്ക് ഒരു 2 to 4 months നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ എഗ്ഗോ? എഗ്ഗ് നിനക്ക് ഒരു 3 weeks നിനക്ക് ചില്ലറിൽ നിനക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അത് നോർമലി നമ്മൾ എഗ്ഗിനെ ഫ്രീസ് ചെയ്യാറില്ല. ഷെഫേ, അപ്പൊ ഈ റൈസും പാസ്തയോ? റൈസും പാസ്തയും കുക്ക് ചെയ്ത അവസ്ഥയിലാണെങ്കിൽ നിനക്ക് 1 to 3 days മാക്സിമം നിനക്ക് ഉപയോഗിക്കാനാവും ചില്ലറിൽ വെച്ചിട്ട്. കുക്ക് ചെയ്ത പാസ്തയും റൈസും നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ, അതൊന്നും ഒരു പാക്ഡ് കണ്ടീഷനിലാണെങ്കിൽ നല്ല രീതിയിൽ വെക്കുകയാണെങ്കിൽ മാക്സിമം നമുക്കൊരു 1 to 2 months നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അപ് ടു 2 years. ഡിപ്പെൻസ് അപ്പോൺ ദ ക്വാളിറ്റി. അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നിനക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും.